സഹോദരങ്ങളെ, ഇന്ന് നന്ദിയുടെ ദിവസമാണ്. കാരണം സ്വർഗ്ഗം അത്ഭുതകരമായ വിധത്തിലല്ലേ കഴിഞ്ഞ 4 ദിവസം, വ്യാഴാഴ്ച തുടങ്ങിയതാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഇന്ന് നന്ദി പറഞ്ഞ് ശരിക്കും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. നമ്മളെ മക്കളൊക്കെ ശരിക്കും പല പ്രതികൂലങ്ങളുണ്ടാകും, പക്ഷെ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 8:19. അവിടെ വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സമാധാനം കെട്ടുപോകരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വചനം ഓർത്തോ. എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത്, അത് നിൻ്റെ സന്തോഷം കെടുത്തിയേക്കാം. കാണാപാഠം പഠിച്ചോ, ഒരുപാട് പേരുടെ ജീവിതത്തെ തകർത്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത്. എല്ലാവരോടും നമുക്ക് സ്നേഹത്തിലൊക്കെ പറയും. അച്ഛൻ വിചാരിക്കുന്ന സഹോദരങ്ങൾ, ഞാൻ എല്ലാവരോടും ഭയങ്കര സ്നേഹവും കൂട്ടായ്മയൊക്കെയാണ് പറയേണ്ടതുണ്ടല്ലോ. പക്ഷേ അതായത് നമ്മൾ ശരിക്ക് അതുപോലെ ബന്ധമുള്ളവരോട് പറയേണ്ട കാര്യങ്ങൾ എല്ലാവരോടും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീര് തോരുന്ന സമയം ഉണ്ടാവില്ല കേട്ടോ. കണ്ണീര് തോരുന്ന സമയം ഉണ്ടാകില്ല. എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത്. ഏതാ വചനം? പ്രഭാഷകൻ 8:19. ദൈവമേ, ഈ വചനത്തിൽ അഭിഷേകം നിറയ്ക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.